ശ്രീലകം സിനിമാസ് ഈ ഒരു പേര് തന്നെയാണ് നമ്മൾ തിയേറ്ററിന്റെ പുറത്ത് ബോർഡിൽ കൊടുത്തിട്ടുള്ളത്. നമ്മൾ ചെയ്യുന്ന എല്ലാ തിയേറ്ററിലും എന്തെങ്കിലും ഒരു ഹൈലൈറ്റ് നമ്മൾ എപ്പോഴും കീപ്പ് ചെയ്യാറുണ്ട്. അത് ബാക്ക് ഗ്രൗണ്ട് വരുമ്പോഴത്തേക്കും ഉണ്ടാകും തൊട്ടടുത്തുള്ളൊരു ഫീല് പലരും പറയുന്നുണ്ട്. അപ്പം അതെങ്ങനെയായിരിക്കും നമുക്ക് അതിനൊരു സൊല്യൂഷനും പറഞ്ഞു കൊടുക്കാൻ പറ്റുക? ക്ലൈമാക്സ് സിനിമാസിൻ്റെ മറ്റൊരു തിയേറ്റർ ഷോക്കേസ് വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളിന്ന് വന്നിരിക്കുന്നത് കേരളത്തിൻ്റെ അക്ഷരനഗരിയായ കോട്ടയം ജില്ലയിലാണ്. കോട്ടയം ജില്ലയിൽ ഏറ്റുമാനൂരിനടുത്തുള്ള ചെറുവണ്ടൂരാണ്. ഇവിടെയാണ് നമ്മൾ അരവിന്ദ് സാറിന് വേണ്ടിയിട്ട് ക്ലിപ്ഷിൻ്റെ 7.1.2 പാക്കേജ് തീർത്ത ഒരു ഡോൾബി അറ്റ്മോസ് തിയേറ്ററിൻ്റെ വർക്ക് കഴിഞ്ഞിട്ടുള്ളത്. ഈ വീഡിയോയിൽ നമ്മൾ ഷോക്കേസ് ചെയ്യാൻ പോകുന്ന ഈ ഒരു തിയേറ്ററിൻ്റെ ഡീറ്റെയിൽസിനെ കുറിച്ചാണ്. ശ്രീലകം സിനിമാസ് ഈ ഒരു പേര് തന്നെയാണ് നമ്മൾ തിയേറ്ററിൻ്റെ പുറത്ത് ബോർഡിൽ കൊടുത്തിട്ടുള്ളത്. സെയിം തന്നെ നമുക്ക് കാണാൻ സാധിക്കും. നമ്മൾ കൊടുത്തിരിക്കുന്ന പുഷ് ബാക്ക് ചെയേഴ്സ്, എല്ലാ പുഷ് ബാക്ക് ചെയേഴ്സിലും ഈ കാണുന്ന ശ്രീലകം സിനിമാസിലൊരു കസ്റ്റം ബാഡ്ജിങ് നമ്മൾ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ തിയേറ്ററിനെ കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ നമുക്കിതൊരു ഡ്യുവൽ ടോൺ തീമിലാണ് നമ്മൾ ചെയ്തിരിക്കുന്നത്. ഗ്രേ ഷെയ്ഡും അതേപോലെ പ്ലസ് ബ്ലാക്ക് ഷെയ്ഡും. അപ്പോൾ സീലിംഗിലായിക്കോട്ടെ, വാൾസ് ആയിക്കോട്ടെ, ഫ്ലോർ ആയിക്കോട്ടെ, ഈവൻ നമ്മൾ കൊടുത്തിരിക്കുന്ന ചെയേഴ്സ് പോലും ആ ഒരു സെയിം കളർ പാറ്റേൺ മെയിൻറ്റെയിൻ ചെയ്തിട്ടാണ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞാൽ നോക്കുമ്പോൾ എന്തായാലും നമുക്ക് ആ ഒരു ഫീല് കിട്ടും. അതായത് ഡ്യുവൽ കളർ മാത്രമേ നമുക്ക് കാണാൻ പറ്റുള്ളൂ. അപ്പോൾ നോർമൽ മൂവി തിയേറ്റേഴ്സിലെ പോലെ തന്നെ നമ്മളൊരു ഡാർക്ക് ഷെയ്ഡാണ് ഈ ഒരു തിയേറ്ററിൽ കൊണ്ടുവന്നിട്ടുള്ളത്. നമ്മുടെ കസ്റ്റമർ അരവിന്ദ് സാറിൻ്റെ സജഷനായിരുന്നു ഈ ഒരു ഡ്യുവൽ ടോൺ തീം വേണമെന്നുള്ളത്. അപ്പോൾ ഇതിൻ്റെ ഡിസൈനെ കുറിച്ച് പറയുകയാണെങ്കിൽ തന്നെ നമുക്ക് നോക്കിയാൽ കാണുമ്പോൾ സാധിക്കും. അതായത് നമ്മുടെ ബാക്ക് വാളിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്ത്, ബാക്ക് സീലിങ്ങിൻ്റെ അവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്ത് നേരെ ഫ്ലോറിലേക്ക് എത്തുന്ന രീതിയിൽ നമ്മളൊന്ന് സ്ലോപ്പ് ഡൗൺ ചെയ്തിട്ടാണ് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ആ ഡിസൈൻ ഒന്ന് ഹൈലൈറ്റ് ചെയ്ത് കാണിക്കാനായിട്ട് തന്നെ നമ്മൾ സൈഡിൽ നമ്മൾ ബ്ലൂ സ്ട്രിപ്സ് കൊടുത്തിട്ടുണ്ട്. ഫ്ലോറിലും ഈ സെയിം പറഞ്ഞ പോലെ തന്നെ നമ്മൾ ആ ഒരു ഗ്രേ ഷെയ്ഡ് കൊടുത്തിട്ട് ആ ഒരു കാർപ്പറ്റ് നൽകിയിട്ടുണ്ട്. സീലിങ്ങിലും അതേപോലെ നമ്മൾ ഡാർക്ക് ടോണാണ് കൊടുത്തിട്ടുള്ളത്. അതായത് സീലിംഗ് കംപ്ലീറ്റ്ലി ബ്ലാക്ക്. അത് നമുക്ക് റൂമിൻ്റെ ഹൈറ്റ് നമുക്ക് കുറച്ച് കൂടുതലുണ്ടായിരുന്നു. റൂമിൻ്റെ നീളവും വീതിയും അതേപോലെ തന്നെ ഹൈറ്റും നമുക്ക് ഇമ്പോർട്ടൻ്റ് ആണ്. അക്വസ്റ്റിക്സിനെ പറ്റി പറയുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഈ പറഞ്ഞ പോലെ തന്നെ ആസ് യൂഷ്വൽ സൗണ്ട് പ്രൂഫിംഗ് പ്ലസ് അക്വസ്റ്റിക് നമ്മൾ ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മളെല്ലാ സ്പീക്കേഴ്സും നമ്മളെല്ലാ വീട്ടിലും പറഞ്ഞ പോലെ തന്നെ എല്ലാ സ്പീക്കേഴ്സിൻ്റെ പൊസിഷനും എല്ലാം കണക്കിലെടുത്ത് അതിൻ്റെ എല്ലാം മാച്ച് ചെയ്തിട്ടാണ് നമ്മൾ ഡിഫ്യൂസേഴ്സ് പ്ലേസ് ചെയ്യുന്നത്. അപ്പോൾ ഈ ഇത്രയും വലിയൊരു റൂമിൽ നമുക്ക് നല്ലൊരു സൗണ്ട് സ്റ്റേജിലേക്ക് നമുക്ക് സഹായിക്കുന്നുണ്ട്. നമ്മുടെ അരവിന്ദ് സാർ നമ്മളെ കോൺടാക്ട് ചെയ്ത് പറഞ്ഞ സമയത്തുള്ള ഒരു കാര്യങ്ങളിൽ ഒന്നായിരുന്നു ഈ പറഞ്ഞ പോലെ തന്നെ സ്പീക്കേഴ്സ് എല്ലാം ഹിഡൻ ആയിരിക്കുന്നുണ്ട്. കംപ്ലീറ്റ്ലി നമ്മൾ ഇൻവോൾവ് സ്പീക്കർ പാക്കേജാണ് യൂസ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ സ്പീക്കേഴ്സിൻ്റെയും അതേപോലെ ആംബിൻ്റെയും പ്രൊജക്റ്റിനെയും കുറച്ചുകൂടെ കൂടുതൽ കാര്യങ്ങൾ എക്സ്പ്ലെയിൻ ചെയ്യാൻ ജസീലായിരിക്കും ബാക്കിയുള്ള ടെക്നിക്കൽ കാര്യങ്ങൾ ഈ വീഡിയോയിൽ നമുക്ക് വേണ്ടി എക്സ്പ്ലെയിൻ ചെയ്ത് തരുന്നത്. നമുക്ക് ആദ്യം തന്നെ ഈ തിയേറ്ററിൻ്റെ ഹെഡ് ഓഫ് ദി തിയേറ്റർ എന്നുള്ള എലമെൻറ്റിൽ തന്നെ വരും. അതായത് ഡെനോണിൻ്റെ X3800H. ഈ മൊത്തം നമുക്ക് ഈ റൂമിലേക്ക് 9 ചാനലാണ് വരുന്നത്. അത് 9 ചാനലിലേക്ക് 105 വാട്ട്സാണ് അത് പ്രൊഡ്യൂസ് ചെയ്യുന്ന പവർ. പിന്നെ സ്പീക്കേഴ്സ് വരുന്നത് നമുക്ക് സ്ക്രീനിൻ്റെ ബാക്കിലായിട്ട് ക്ലിപ്ഷിൻ്റെ Pro 25RW എന്ന് പറഞ്ഞ സ്പീക്കേഴ്സാണ് വരുന്നത്. അത് 3 എണ്ണം വരുന്നുണ്ട്. പിന്നെ സറൗണ്ടായിട്ട് വെച്ചേക്കുന്നത് ക്ലിപ്ഷിൻ്റെ തന്നെ CA16W എന്ന സ്പീക്കേഴ്സാണ്. അറ്റ്മോസ് ആയിട്ട് 2 എണ്ണം വരുന്നത് ക്ലിപ്ഷിൻ്റെ CA16C2 എന്ന മോഡലാണ്. ഈ റൂമിൻ്റെ ഡയമെൻഷൻ വരുന്നത് 20:13 എന്ന റേഷ്യോയിലാണ്. അതിന് വളരെ ആപ്റ്റായിട്ടുള്ളൊരു 12 ഇഞ്ചിൻ്റെ സബ് വൂഫറാണ് ഇവിടെ നൽകിയിട്ടുള്ളത്. ഡെഫിനിറ്റീവ് ടെക്നോളജീൻ്റെ DN12 എന്ന 500 വാട്ട്സ് നമുക്ക് പവർ പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു സീൽഡ് സബ് വൂഫറാണ് ഇവിടെ നൽകിയിട്ടുള്ളത്. ഇനി എല്ലാ സ്പീക്കേഴ്സും ഇവിടെ നൽകിയിട്ടുള്ള ക്ലിപ്ഷിൻ്റെ ആയിക്കോട്ടെ, സബ് വൂഫർ ഡെഫിനിറ്റീവ് ടെക്നോളജീൻ്റെ ആയിക്കോട്ടെ, എല്ലാം നമുക്ക് ഈ റൂമിന് വളരെ അനുയോജ്യമായിട്ടാണ് നമ്മൾ ഡിസൈൻ ചെയ്തിട്ടുള്ളത്. നമ്മൾ ചെയ്യുന്ന എല്ലാ തിയേറ്ററിലും എന്തെങ്കിലും ഒരു ഹൈലൈറ്റ് നമ്മൾ എപ്പോഴും കീപ്പ് ചെയ്യാറുണ്ട്. അതിനകത്ത് ഇവിടെ വരുന്നത് പ്രൊജക്ടർ ആൻഡ് സ്ക്രീനാണ്. ഇവിടെ നമ്മൾ കൊടുത്തിരിക്കുന്നത് 150 ഇഞ്ചിൻ്റെ സ്ക്രീനാണ്. അതായത് നമുക്കിപ്പോൾ നോക്കുമ്പോൾ തന്നെ അറിയാം ഒരു ഫുള്ളി തിയേറ്റർ ആംബിയൻസാണ് നമ്മളിവിടെ ക്രിയേറ്റ് ചെയ്തിട്ടുള്ളത്. ഈ 150 ഇഞ്ചിലേക്ക് നമ്മൾ വളരെ സൂട്ടബിൾ ആയിട്ടുള്ള പ്രൊജക്ടറാണ് കൊടുത്തിട്ടുള്ളത്. വെൻക്യൂവിൻ്റെ X500i എന്ന് പറയുന്നത്. ഇതൊരു 4K ഷോർട്ട് ത്രോ പ്രൊജക്ടറാണ്. നമുക്കിപ്പോൾ ഒരു നോർമലി ഒരു ലെങ്ത്ത് കുറഞ്ഞ റൂമാണെങ്കിൽ ഇപ്പോൾ നമുക്കിപ്പോൾ ഗെയിമിംഗ് കളിക്കണമെന്നുണ്ട്, അതുപോലെ തന്നെ ഇതിൻ്റെ Type-C മോണിറ്റർ ഇൻപുട്ടൊക്കെ വരുന്നുണ്ട്. അപ്പോൾ അത്യാവശ്യം നല്ല ഇൻപുട്ട് ലാഗൊക്കെ കുറച്ച് ഗെയിം കളിക്കണമെന്നുണ്ടെങ്കിൽ നമുക്കിപ്പോൾ ലെങ്ത്ത് കുറവാണെങ്കിലും അത്യാവശ്യം ബിഗ് സ്ക്രീനിൽ നമുക്ക് ഈ ഒരു പ്രൊജക്ടർ യൂസ് ചെയ്ത് ഗെയിം കളിക്കാൻ പറ്റും. പിന്നെ നമുക്ക് കമൻസിൽ മിക്കവരും നമുക്ക് കുറച്ച് ഡൗട്ട്സ് ഒക്കെ ചെയ്യാറുണ്ട്. നമ്മുടെ സ്ക്രീൻ സൈസ് പറയുമ്പോൾ എങ്ങനെയാണ് പറയാറ്, അതിൻ്റെ നോർമലി ഉള്ള വിഡ്ത്താണോ അതിൻ്റെ നോർമലി ഉള്ള ഹൈറ്റ് ആണോ എന്നൊക്കെ.
നമ്മളെപ്പോഴും എല്ലാം തിയേറ്ററിൽ നമ്മൾ സ്ക്രീൻ സൈസ് പറയുമ്പോൾ എപ്പോഴും ഡയഗണലിയാണ് പറയാറ്. ഇവിടെ വരുന്നത് അക്വസ്റ്റിക് ട്രാൻസ്പെറൻറ്റ് തന്നെയാണ്, ബാക്കിലാണ് സ്പീക്കർ, അതുകൊണ്ട് തന്നെ അതിൻ്റെ 150 ഇഞ്ചാണ് നമുക്ക് ഡയഗണൽ സൈസ് വരുന്നത്. യെസിലെ അപ്പോൾ നമ്മൾ കൂടുതലും നമ്മുടെ തന്നെ തിയേറ്റേഴ്സിൽ കൊടുക്കുന്ന ഒന്നല്ലെങ്കിൽ മോട്ടറൈസ്ഡ് ചെയേഴ്സ് അല്ലെങ്കിൽ മാനുവൽ ചെയേഴ്സ്. അപ്പോൾ അതിൽ നിന്നെല്ലാം വിട്ടിട്ട് നമ്മളിവിടെ കൊടുത്തേക്കുന്നത് പുഷ് ബാക്ക് സീറ്റ്സ് ആണ്. അപ്പോൾ ഈ ഒരു നമ്മളറിയാലോ, നമ്മൾ നോർമൽ റേസർ ചെയ്യണ പോലെ തന്നെ ഹൈറ്റും വിഡ്ത്തും എല്ലാം നമ്മൾ കുറച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് കാലിബ്രേഷനിലേക്ക് വന്നപ്പോൾ ഈ ഒരു സ്ട്രാറ്റജി എങ്ങനെ നമ്മളൊന്ന് ഹെൽപ്പ് ചെയ്തത്? ഇപ്പോൾ ഈ കാണുന്ന തിയേറ്റർ മെയിൻലി നമുക്ക് ക്ലയൻറ്റിൻ്റെ റിക്വസ്റ്റ് ആണ്, അങ്ങനെ ഒരു ഡിസൈൻ തന്നെ വേണമെന്നുള്ളത്. ഓക്കെ, ഒറിജിനൽ തിയേറ്റർ അതാണ് ക്ലയൻറ്റിൻ്റെ ആഗ്രഹം. ഓക്കെ. അപ്പോൾ നമുക്ക് ഇത് വരുമ്പോൾ കുറച്ച് ചലഞ്ചസ് ഉണ്ട്. മെയിൻലി സ്പീക്കർ നമുക്ക് കുറച്ചുകൂടി അടുത്തായി പോകും. ഓക്കെ, പിന്നെ സീറ്റിംഗ് നമുക്ക് നന്നായിട്ട് ബാക്കോട്ട് തന്നെ. ഓക്കെ. ഇവിടെയാണ് ആ വീവിങ് കറക്റ്റ് ആവുള്ളൂ. അതെ അതെ. അപ്പോൾ നമുക്ക് കാലിബ്രേഷൻ്റെ സമയത്ത് നമ്മൾ കുറച്ചും കൂടി ഇപ്പോൾ സ്പീക്കറിൻ്റെ പൊസിഷനാണെങ്കിൽ കുറച്ചും കൂടി റേസ്ഡ് ആക്കി വെച്ചേക്കുന്ന ആ ഒരു ഡിസ്റ്റൻസ് കോമ്പൻസേറ്റ് ചെയ്യാൻ വേണ്ടി, പിന്നെ ഒരു നോർമൽ സൗണ്ട് ട്രീറ്റ്മെൻറ്റിന് ഉപരി നമ്മളിവിടെ സൗണ്ട് ട്രീറ്റ്മെൻറ്റ് പ്ലസ് ഡിഫ്യൂഷനും കൊടുത്തിട്ടുണ്ട്. വെറ്റ് പാനൽ പ്ലസ് ഫാബ്രിക് എന്ന ഒരു കോമ്പിനേഷനിലാണ് നമ്മൾ കൊടുത്തിരിക്കുന്നത്. അത് സെലക്റ്റീവ് അബ്സോർപ്ഷൻ പാനൽസ് ആണ് ഇവിടെ യൂസ് ചെയ്തിരിക്കുന്നത്. കാലിബ്രേഷൻ സമയത്ത് നമ്മൾ മെയിൻലി ഒഡീസി കാലിബ്രേഷൻ തന്നെയാണ് ചെയ്യുന്നത്, ബട്ട് മാനുവലി നമ്മൾ കുറച്ചും കൂടി ട്യൂണിങ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഈ ഒരു സെറ്റ് ഡിഫ്യൂഷൻ പാനൽസിനും കൂടി കമ്പൻസേറ്റ് ചെയ്യാൻ വേണ്ടി നമ്മൾ കുറച്ചും കൂടി ചെയ്തിട്ടുണ്ട്. ഓക്കെ. അപ്പോൾ ഇപ്പോൾ ഇത് പറഞ്ഞ പോലെ നമ്മൾക്ക് നോർമൽ ഒരു നമ്മുടെ റിക്ലൈനേഴ്സ് ആണെന്നുണ്ടെങ്കിൽ ഇത്രയും ഒരു സീറ്റിംഗ് കപ്പാസിറ്റിയിലേക്ക് ചിലപ്പോൾ പോയി എന്ന് വരില്ല. ഇപ്പോൾ കപ്പാസിറ്റി കൂടുന്നതനുസരിച്ചിട്ട് ഇപ്പോൾ അതിനിപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ അതായത് പലരും ഇപ്പോൾ ഒരു ഫീഡ്ബാക്ക് പറയാൻ ചാൻസ് ഉണ്ട്, സ്പീക്കർ ബാക്ക് വഴി ഒത്തിരി അടുത്ത് പോയി എന്നൊക്കെ ഒരു ഓപ്ഷൻ പറയാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ അത് നമുക്ക് എങ്ങനെയായിരിക്കും ഇപ്പോൾ അറിയാൻ പാടില്ലാത്തവർക്ക് എങ്ങനെയായിരിക്കും അതൊന്ന് പറഞ്ഞ് ക്ലിയറാക്കി കൊടുക്കാൻ പറ്റുക? അപ്പോൾ ഹൈറ്റിൻ്റെ പൊസിഷൻ ഓൾറെഡി നമ്മൾ പറഞ്ഞു. ഇപ്പോൾ സൈഡ് സറൗണ്ടും ഇപ്പോൾ നമ്മൾ നോർമലി കൊടുക്കുന്നതിനെക്കാട്ടും കുറച്ചുകൂടെ ഹൈറ്റ് അഡ്ജസ്റ്റ് ചെയ്തിട്ട് എല്ലാവർക്കും കിട്ടുന്ന രീതിയിലാണ് വെച്ചേക്കുന്നത്. അപ്പോൾ അത് ബാക്ക് സറൗണ്ട് വരുമ്പോഴത്തേക്കും ഉണ്ട് തൊട്ടടുത്തുള്ളൊരു ഫീല് പലരും പറയുന്നുണ്ട്. അപ്പോൾ അതെങ്ങനെയായിരിക്കും നമുക്ക് അതിനൊരു സൊല്യൂഷനും പറഞ്ഞു കൊടുക്കാൻ പറ്റുക? ഇപ്പോൾ സ്പീക്കേഴ്സൊക്കെ ഞാൻ നേരത്തെ പറഞ്ഞാൽ തന്നെ കുറച്ച് ഹൈറ്റിലാണ് വെച്ചേക്കുന്നത്. പിന്നെ നമ്മൾ ഏറ്റവും മുട്ടിച്ചല്ല ബാക്ക് റോ ഇട്ടായിരുന്നത്. ഓക്കെ, നമുക്ക് വീഡിയോയിൽ എത്രത്തോളം കാണാൻ പറ്റുമെന്ന് അറിയാൻ പാടില്ല, എന്നാലും നമ്മൾ കുറച്ച് സ്പേസ് ഇട്ടിട്ടുണ്ട്. പിന്നെ കാലിബ്രേഷൻ്റെ സമയത്ത് നമ്മൾ അതിൻ്റെ ലെവൽസ് ബാക്ക് സീറ്റ് നോക്കിയിട്ടാണ് അഡ്ജസ്റ്റ് ചെയ്യുന്നത്. ഇതാണ് നമ്മുടെ മെയിൻ റോ സീറ്റിംഗ്. പ്രൈമറി പൊസിഷൻ ചെയ്തതിന് ശേഷം ഓക്കെ ഓക്കെ കുറച്ചുകൂടി സർക്കിൾ വലുതാക്കിയെന്നുള്ളൂ, പക്ഷേ ഇതാണ് നമ്മുടെ മെയിൻ പൊസിഷൻ എന്ന് പറയുന്നത്. ഇതിനനുസരിച്ചായിരിക്കും അതിൻ്റെ ലെവൽസ് അഡ്ജസ്റ്റ് ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരു തിയേറ്ററിൻ്റെ ടോട്ടൽ ബഡ്ജറ്റ് എന്ന് പറയുന്നത് 10 ലക്ഷം രൂപയാണ്. 10 ലക്ഷം രൂപയിൽ നിന്നുകൊണ്ടാണ് നമ്മൾ ഈ കാണുന്ന മനോഹരമായ തിയേറ്റർ കംപ്ലീറ്റ് ആക്കിയിട്ടുള്ളത്.